ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരം മുറുകെ പറ്റുന്ന പാപവും വിട്ടു നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുന്നു. ഒരു ദിവസം നിങ്ങൾ എല്ലാവരും കണ്ണടക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിനെ ഇന്ന് പകൽക്കാലം ഈ വചനം ഏറ്റെടുക്കാനായിട്ട് പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആത്മാവ് അവൻ പുറമേ ഉള്ള മനുഷ്യൻ ഇന്ന് പകൽക്കാലം അവൻ വർക്ക് ചെയ്യരുത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഇന്ന് പകൽക്കാലം പ്രതികരിക്കുവാനായിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ആക്റ്റീവ് ആകണമെങ്കിൽ ആമേൻ അതിന് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ആമേൻ എഴുന്നേറ്റാൽ മാത്രമേ ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ഒരല്പസമയം നിങ്ങളുടെ അധരങ്ങളെ തുറന്നുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ ഇവിടെ പ്രസ്താവിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി, ഒരു വിടുതലായി തീരേണ്ടതിനായി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രബലമാകാതെ നിങ്ങളുടെ അകമയുള്ള മനുഷ്യൻ ഇന്ന് പകൽക്കാലം അവൻ ശക്തിയോടെ എഴുന്നേൽക്കേണ്ടതിനായി നിങ്ങൾ ഇന്ന് പകൽക്കാലം ഒരു അല്പസമയം കർത്താവിനോട് അന്യഭാഷ വരം പ്രാപിച്ചവർ പ്രാർത്ഥിച്ചാട്ടെ. അവൻ അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മനുഷ്യരോടല്ല, ഞാൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, എന്റെ ആത്മാവ് അവൻ ഹല്ലേലൂയ പ്രബലമായിരിക്കുന്നു. പകൽക്കാലം ഈ വചനം ഏറ്റെടുക്കാനായിട്ട് നിങ്ങളുടെ ആത്മാവ് ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഈ വചനം നമുക്കൊരു വിടുതലായി തീരും, ഒരു അനുഗ്രഹമായി തീരും. അതിനായി ഇന്ന് പകൽക്കാലം എല്ലാവരെയും പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് എത്തിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങ് ഇന്ന് പകൽക്കാലം വൻ കാര്യങ്ങളെ ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഒരുക്കത്തോടെ വന്നിരിക്കുന്നവരെ അവൻ വെറും കൈയോടെ മടക്കി അയക്കട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ ദൈവം അവർക്ക് വേണ്ടുന്നത് നൽകി അവരെ പറഞ്ഞയച്ചതുപോലെ ഇന്ന് പകൽക്കാലം ദാഹത്തോടെ അവൻ വിശപ്പോടെ വന്നതിനെ ഇന്ന് പകലിൽ അങ്ങ് നിറച്ച് പറഞ്ഞയക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം പുകഴ്ചയും അങ്ങേക്കാം ക്രിസ്തുയേശുവിൻ നല്ല നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഇവിടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്? ഹല്ലേലൂയ. കർത്താവിനോട് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ ഒരു വാക്യം ഇതിന്റെ ഓരോ വാക്കുകൾ എടുത്ത് പ്രസംഗിക്കാൻ വേണമെങ്കിൽ നമുക്ക് എടുത്ത് പ്രസംഗിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ വാക്കും പല പല ക്ലാസ്സുകളായി പല പല ദിവസങ്ങൾ എടുത്ത് പ്രസംഗിക്കാൻ പറ്റിയ ഒരു വേദവാക്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിനകത്ത് തൊടുന്ന ഒരു ഒറ്റ പദം മാത്രമേ ഉള്ളൂ, സ്ഥിരത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇടുന്നില്ലേ? എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ശുശ്രൂഷയിൽ ശോഭിച്ചു നിൽക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്, പലരുടെയും ശുശ്രൂഷകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊരു കാലഘട്ടം കഴിയുമ്പോൾ, ഒരു ചെറിയ സമയം കഴിയുമ്പോൾ അവർ പണ്ടത്തെ ശുശ്രൂഷ കാണാറില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോഴുള്ള നിലവാരമല്ല ഒരു 5 കൊല്ലം കഴിയുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ നിലവാരം. പ്രൈസ് ദി ലോർഡ്. പലരും ഞാൻ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ ബ്രദറെ ഞാൻ അന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, അന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടി നിമിഷങ്ങൾക്കകം ലഭിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല, പ്രാർത്ഥിക്കുമ്പോൾ മറുപടികൾ വൈകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, ബ്രദറെ എന്റെ അന്നത്തെ വിശ്വാസത്തിന് ആഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്റെ ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ വിശ്വാസത്തോടെ ഒരു തീരുമാനമെടുത്ത് അതിൽ നിലനിന്നാൽ ആ വിശ്വാസത്തിൽ ഞാൻ ചലിക്കാറില്ല. പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല. കാലം കുറെ പോയി കഴിഞ്ഞപ്പോൾ എന്റെ വിശ്വാസത്തിന്റെ പഴയ നിലവാരം ഒത്തിരി താന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാ, ഓട്ടക്കളത്തിലായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ സ്ഥിരതയോടെ ഓടണം. ആമേൻ. കുറഞ്ഞ പക്ഷം സ്ഥിരതയോടെയെങ്കിലും ഓടണം, അല്ലെങ്കിൽ ഒരു പടിയും കൂടെ മുന്നിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഒരു പടി പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. മുമ്പ് തുടങ്ങിയപ്പോഴുള്ള ആ സ്ഥിരത ഇന്ന് പകൽക്കാലം എന്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ആ സ്ഥിരതയിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചിലതിനോട് ഇന്ന് പകൽക്കാലം തൂതറിയിക്കുക. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ ദൂതിലേക്ക്, എന്റെ വാക്കിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. ഈ ഒരു വാക്യമാണ് ഇന്നും ക്രിസ്തീയ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പല വീഴ്ചകളും, പല പരാജയങ്ങളും,
പല പ്രതികൂലങ്ങളും ഒക്കെ ക്രിസ്തീയ സമൂഹം അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം നേരിട്ടാലും ശരി, ഈ ഒരു വചനത്തെ നോക്കി അവൻ വീണ്ടും ഓടും. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം വീണവർ ഇതിനകത്തുണ്ടാകാം, പരാജയപ്പെട്ടവർ ഇതിനകത്തുണ്ടാകാം. പക്ഷെ ഇന്ന് പകൽ ഈ വചനം ഹല്ലേലൂയ നിന്നെ ഒന്നും കൂടെ എഴുന്നേൽപ്പിച്ച സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വചനത്തിൽ പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസി അവൻ ഒരു സാധാരണ യാത്രക്കാരനല്ല, ഒരു വഴിപോക്കനല്ല, ഒരു നാടോടിയല്ല. കാര്യം ഈ നാടോടിക്കൊക്കെ എങ്ങോട്ടാ പോകുന്നതിന് ഒരു ലക്ഷ്യബോധമില്ല. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ലക്ഷ്യബോധത്തിലേക്ക് ഓരോ അവൻ അടി മുന്നോട്ട് വയ്ക്കുമ്പോഴും അവൻ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. Praise the Lord. Hallelujah. രണ്ടാമതൊരു വിശ്വാസി hallelujah അവൻ സ്ഥിരതയോടെ ഓടുന്ന വിശ്വാസി അവൻ ഒരു ടൂറിസ്റ്റിനെ പോലെയല്ല. അവൻ വിട്ടണം. അവൻ ആദ്യം ടൂറിസ്റ്റുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ രാവിലെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ തിരികെ ഭവനത്തിലേക്ക് ഹോട്ടലിലേക്ക് തിരിച്ചെത്തും. Praise the Lord. Hallelujah. തുടങ്ങിയിടത്തേക്ക് തിരിച്ചെത്തുന്നവനല്ല ഒരു വിശ്വാസി. അവന്റെ ജീവിതത്തിൽ അവൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഓരോ പടിയും അവൻ മഹത്വത്തിലേക്ക് ക്രിസ്തു എന്ന തലയോളം വളരുന്ന ഒരു വിശ്വാസി അത്രേ അവൻ സ്ഥിരതയോടെ ഓടുന്നവൻ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇത് എല്ലാവർക്കും ഈ ദൂത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ പ്രാപിക്കാൻ ആഗ്രഹമുള്ളതിന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ തൊടാൻ പോകുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നത്തെ വിശ്വാസിയുടെ വേറൊരു പ്രത്യേകത, ഈ വിശ്വാസിയുടെ മുറുകെ പറ്റുന്ന പല പാപങ്ങളും ഇവന്റെ പുറകെയുണ്ട്. ഹല്ലേലൂയ. അവൻ മുന്നോട്ടൊരു വഴി മുന്നോട്ട് വെക്കണമെന്ന് അവൻ ആഗ്രഹമുള്ളപ്പോൾ ഹല്ലേലൂയ അവനെ കയറി പിന്നോട്ട് വലിക്കുന്ന മുറുകെ പറ്റുന്ന ചില പാപങ്ങളുണ്ട്. പക്ഷേ അവൻ അപ്പോസ്തലൻ വിളിച്ചു പറയുക, മുറുകെ പറ്റുന്ന സകല പാപവും വിട്ട് നീ സ്ഥിരതയോടെ ഓടുവാൻ റെഡിയാണ്. ഇന്ന് പകൽക്കാലം കൊതിയും അങ്ങനെ ആഗ്രഹമുള്ളവരെ ഓടിക്കുവാൻ എന്റെ ദൈവം ഇന്ന് പകൽക്കാലം ശക്തനാണ്. ഹല്ലേലൂയ. ഏത് പ്രതികൂലങ്ങൾ നിന്നെ പിന്നോട്ട് വലിച്ചാലും നിന്റെ അകത്ത് അങ്ങനെ ഒരു തീ കിടന്ന് കത്തുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം നിന്നെ മുന്നോട്ട് ഓടിപ്പാനുള്ള ശക്തിയും കൂടെ തന്ന നിന്നെ ഇന്ന് പകൽക്കാലം സ്ഥിരതയുള്ള ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് എന്റെ ദൈവം മടക്കിക്കൊണ്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിശ്വാസികളുടെ ചുറ്റുപാടും അവിടെ പറയുന്ന സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നിൽപ്പാൻ കഴിയത്തില്ല. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനാണെന്നിരിക്കട്ടെ, ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനാണെങ്കിൽ എന്റെ സാധാരണ കളി ഒരു രീതിയിലായിരിക്കും. പക്ഷേ എന്റെ കളി കാണുവാൻ സച്ചിൻ ടെണ്ടുൽക്കറും റിക്കി പോണ്ടിയും കൂടെ വന്നിരുന്നു കഴിഞ്ഞാൽ ആ കളി കളിക്കും. എന്റെ സാധാരണ കളി കളിക്കുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യുവാനായിട്ട് അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യുവാനായിട്ട് ഞാൻ എന്റെ ബെസ്റ്റ് കളി പുറത്തെടുക്കും എന്ന് പറഞ്ഞതുപോലെ നിന്റെ ഓട്ടം കാണാൻ വന്നിരിക്കുന്നത് സച്ചിനും റിക്കി പോണ്ടിങ്ങും ഒന്നുമല്ല, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും ഫിനിഷിംഗ് പോയിന്റിൽ വിശ്വാസത്തിന്റെ നായകനും നിന്നെ നോക്കി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സ്ഥിരതയോടെ ഓടുവാൻ നിനക്ക് കഴിയണം. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം സ്ഥിരത വേണം. എത്ര പേരത് ആഗ്രഹിക്കുന്നു? Praise the Lord. Hallelujah. പലരും ശുശ്രൂഷയിലൊക്കെ വളരെയധികം ശോഭിച്ചവരാ. പല വീര്യ പ്രവർത്തികൾ ചെയ്തവരാ. ചില പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് മേൽ അപ്പോൾ തന്നെ മറുപടി ലഭിച്ചവരാ. ചിലർ പ്രാർത്ഥന വിശ്വാസ ജീവിതത്തിന്റെ തുടക്കത്തിൽ പ്രവചന ശുശ്രൂഷ ചെയ്തവരുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം അവർക്ക് ശുശ്രൂഷ നിന്നുപോയി. Praise the Lord. ഈ കൊല്ലത്തെ ഇന്ത്യൻ ടീം വേൾഡ് കപ്പിന് ക്രിക്കറ്റിന് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ സെലക്ഷൻ ടീമിന്റെ മുമ്പിൽ വന്ന ഒരു പേരായിരുന്നു യുവരാജ് സിംഗ്. യുവരാജ് സിംഗിനെ ടീമിൽ എടുക്കണമെന്ന് വലിയൊരു തർക്കമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനം സെലക്ഷൻ ടീം കൂടിയിരുന്ന് ആലോചിച്ചു, യുവരാജിനെ എടുക്കണ്ട. ഒരു പറ്റം ആൾക്കാർ പറഞ്ഞു, ഓ യുവരാജിനെ എടുക്കാതിരിക്കാൻ ഒക്കത്തില്ല, നിങ്ങൾക്കറിയത്തില്ല ഒറ്റ ഓവറിൽ 6 6 വായിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ എടുത്തേ മതിയാകൂ. പക്ഷെ വേറൊരു പക്ഷം ഇങ്ങനെ വാദിച്ചു, അന്ന് അവൻ അടിച്ചു കാണും, പക്ഷെ ഇന്ന് അവന്റെ കളിക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ല. ഇന്ന് പകൽക്കാലം അന്ന് നീ വലിയ ശുശ്രൂഷ ചെയ്തവളായിരിക്കും, വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചവനായിരിക്കാം, പക്ഷെ എന്റെ ദൈവത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ഇന്ന് പകൽക്കാലം നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു സ്ഥിരതയുണ്ടോ?
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മിനിമം സ്ഥിരത കാണിക്കണം. സ്ഥിരത മിനിമം ഒരു ക്വാളിറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൽ മുന്നോട്ടായിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ നമ്മുടെ ഓരോ പ്രവർത്തികളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കൊന്ന് രണ്ട് സെഷനായിട്ട് ഇത് തീരുവാൻ കഴിയത്തുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിയത്തില്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനത് തീർക്കാനായിട്ട് ശ്രമിക്കാം. ഏതൊക്കെ മേഖലകളിൽ വേണം നമ്മൾ സ്ഥിരത കാണിക്കേണ്ടത് എന്ന ചെറിയ ചിന്തയിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത് വായിച്ചാട്ടെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയിലുള്ള വിശ്വാസികളെ നേരിൽ കണ്ടിട്ടില്ല. അവരുമായിട്ട് ഇടപഴകിയിട്ടില്ല. അവരുമാർക്ക് ഒരു ഫെലോഷിപ്പ് ഇതുവരെ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിട്ടില്ല. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ അവരെ കുറിച്ച് സന്തോഷിക്കുന്ന ഒരു കാര്യം, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത കണ്ട് ഞാൻ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയണം, ഇവന്റെ വിശ്വാസത്തിന്റെ സ്ഥിരത കണ്ട് ഇന്ന് പകൽക്കാലം എനിക്കകത്തൊരു സന്തോഷമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടക്കത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസത്തിന്റെ സ്ഥിരത എത്രമാത്രമുണ്ട്. ഒരു ദൂതൊക്കെ കേട്ടുകളെ. ഒരു ദൂത് കേൾക്കുമ്പോൾ ആ ദൂത് പ്രാപിക്കുവാനായിട്ട് തുടക്കത്തിലൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഒരു ആവേശമൊക്കെ കാണും. പക്ഷെ ഹല്ലേലൂയ, ദൂതിന്റെ സമയം ഒരു അല്പം ഡിലേ ആയി കഴിയുമ്പോൾ നിന്റെ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്കൊരു കോട്ടം സംഭവിക്കും. ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി സ്വർഗം പറയണം, യെസ്, ഇവന്റെ വിശ്വാസത്തിന്റെ സ്ഥിരത കണ്ട എനിക്കൊരു സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് പ്രതിസന്ധികൾ ഹല്ലേലൂയ, നിന്റെ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് ഒരു കോട്ടം സംഭവിക്കാതെ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം സ്ഥിരതയോടെ നിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുമെങ്കിൽ ഇന്ന് പകരം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ വാക്യം ആ ഭാഗങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അവിടെ യേശുവും ശിഷ്യന്മാരും കൂടെ അക്കരയ്ക്ക് പോകുക. ഹല്ലേലൂയ. അക്കരയ്ക്ക് പോകുമ്പോൾ അവരുടെ കാറ്റ് അവരുടെ പടകിനെ ഹല്ലേലൂയ ഇളക്കി മറിക്കുന്ന ഒരു തിരമാലയും കാറ്റും കൂടി അടിച്ചു. അത് കണ്ട് ശിഷ്യന്മാർ പേടിച്ചു വിറച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ യേശുവിന്റെ അവസ്ഥ അവിടെ പറയുന്നുണ്ട്. 32 വായിച്ചു. കുറെ നാളുകളായി യേശുവിന് കൂടെ നടക്കുകയാ. ഹല്ലേലൂയ. പല അത്ഭുതങ്ങൾ കണ്ടവരാ, പല അത്ഭുതങ്ങൾ പങ്കാളികളായവരാ. പക്ഷെ ഇന്ന് പകൽക്കാലം അവരെ നേരിടുന്ന ഒരു വലിയ വിഷയം, അവർ സഞ്ചരിക്കുന്ന പടകം ഹല്ലേലൂയ നശിക്കാൻ പോകുന്നു. അത് മുങ്ങാൻ പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ യേശുവിനെ നോക്കുക. യേശു എവിടെ കിടക്കുന്നത്? അമരത്ത് കിടന്ന് ഉറങ്ങുകയാ. ഹല്ലേലൂയ. അമരത്ത് കിടന്ന് ഉറങ്ങുന്നതിന്റെ പുറകിലെ രഹസ്യം യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം എന്താണെന്ന് അറിയാമോ? അമരത്തെ കപ്പലിന്റെ സ്റ്റിയറിംഗ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശു നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, യേശു ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ പ്രധാന സ്ഥാനത്താ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തെ നയിക്കുന്ന സ്ഥാനത്താണ് യേശു കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേരത് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ കിടക്കുന്ന യേശു എവിടെയാ കിടക്കുന്നത്? തലയണ ചായ്ച്ച കിടക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ വിശ്വാസ ജീവിതം എന്ന ബോട്ടിൽ യേശുവിന് തലയണ വെച്ച് കിടക്കാൻ ഒരു സൗകര്യം നീ ഒരുക്കി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. തലയണ വെച്ച് കിടക്കുകയെന്ന് പറഞ്ഞാൽ യേശുവിന് ഒരു കംഫർട്ടാ അവിടെ കിടന്നുറങ്ങുവാൻ. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ യേശുവിന് നിന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ നീ ഒരു കംഫർട്ട് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ, അവൻ അമരത്ത് കിടക്കുന്നിടത്തോളം കാലം നിന്റെ പടക തകരുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ
Hallelujah. Praise the Lord. Hallelujah. നിന്റെ സംസാരത്തിൽ യേശുവിന് ഒരു കുഷ്യൻ ഫീൽ ചെയ്യണം. Hallelujah. നിന്റെ കൊടുക്കൽ വാങ്ങലുകളിൽ യേശുവിന് ഒരു കുഷ്യൻ ഫീൽ ചെയ്യണം. അവൻ നിന്റെ ഭവനത്തിലേക്ക് അവൻ യേശു കടന്നു വരുമ്പോൾ ആ ഭവനത്തിനകത്ത് ഒരു ആത്മീയ കുഷ്യൻ എന്റെ ദൈവത്തിന് ഫീൽ ചെയ്യണം. ഇന്ന് പകൽക്കാലം അവനം തകരാത്തോടത്തോളം കാലം അവൻ പടക് മുങ്ങുവാൻ ഇടയാകത്തില്ല. ഇന്ന് പകൽക്കാലം അവൻ വിശ്വാസത്തിൽ സ്ഥിരത കാണിക്കേണ്ട ദൈവത്തിന്റെ പൈതലെ നിന്റെ പടകിൽ യേശു ഉണ്ട്. Praise the Lord. Hallelujah. പക്ഷെ യേശുവിന് നിന്നോടൊപ്പം സഞ്ചരിക്കാൻ ഒരു കംഫർട്ട് ഉണ്ടായിരിക്കും. Praise the Lord. Hallelujah. വേണ്ടാത്തത് യേശുവിന് വേണ്ടാത്തത് നിന്റെ ജീവിതത്തിൽ വേണ്ട. മനസ്സിലായില്ല? Praise the Lord. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. Hallelujah. യേശുവിന് വേണ്ടാത്തത്, യേശുവിന് അൺകംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ നീ നീക്കിക്കളഞ്ഞ നിന്റെ പടകിൽ ശാന്തമായി നിന്നോടൊപ്പം കിടന്നുറങ്ങുവാൻ, നിന്നോടൊപ്പം സഞ്ചരിക്കുവാൻ യേശുവിന് ഒരു കുഷ്യൻ നീ ഒരുക്കി കിടക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ അമരത്തിൽ കിടന്നുറങ്ങിയാലും ശരി, നീ വിളിച്ചു പറയും, ഇസ്രായേലിന്റെ ദൈവം അവൻ മയങ്ങുകയില്ല, അവൻ ഉറങ്ങുകയില്ല, എന്റെ പടക് അവൻ തകരുവാൻ ഇടയാകത്തില്ല. Praise the Lord. Hallelujah. അവൻ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ സ്ഥിരത വേണം. Hallelujah. Praise the Lord. Hallelujah. കഴിഞ്ഞ കാലങ്ങളിലത്തെ വിശ്വാസം വെച്ച് നോക്കി അതിനെ ചൊല്ലി ആമേൻ അന്നൊക്കെ എന്നാ വിശ്വാസമായിരുന്നു, ഇന്നങ്ങോട്ട് പറ്റുന്നില്ല. Praise the Lord. Hallelujah. ഇന്ന് പകലിൽ നീ പറയണം Hallelujah. അവൻ ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായി ഞാൻ വിശ്വാസത്തിൽ ഉറയ്ക്കും. ആ വിശ്വാസത്തിന്റെ സ്ഥിരത ഏതെല്ലാം പ്രതികൂലങ്ങൾ പടകുകൾ ആമേൻ Hallelujah തകരുന്ന അവസ്ഥയാണെങ്കിലും എന്റെ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് ഒട്ടും കുറവ് വരത്തില്ല. Praise the Lord. Hallelujah. രണ്ട് തരം അസ്ഥിരതയാണ് വിശ്വാസത്തിലുള്ളത്. അതിലേക്ക് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. രണ്ട് തരം അസ്ഥിരതയാണ് വിശ്വാസത്തിലുള്ളത്. ഒന്ന് ക്ഷീണിക്കുന്ന വിശ്വാസം, രണ്ട് അല്പവിശ്വാസം. ചേർന്ന് പറഞ്ഞേ, ക്ഷീണിക്കുന്ന വിശ്വാസം. നിങ്ങൾ ശുഭാസ് ഇടയ്ക്ക് പറയാനുള്ളത് എന്തിനെ വീണ്ടും പറയിക്കാൻ അറിയാമോ? നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ക്ഷീണിക്കുന്ന വിശ്വാസം, അല്പവിശ്വാസം. Praise the Lord. Hallelujah. നിങ്ങൾ എന്നോടൊപ്പം കൂടെ വരണേ. Praise the Lord. Hallelujah. ആമേൻ. ഈ ആദ്യം ക്ഷീണിക്കുന്ന വിശ്വാസം, ഈ ക്ഷീണിക്കുന്ന വിശ്വാസം പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാകുന്നതല്ല. Praise the Lord. Hallelujah. ആമേൻ. ഒരു ദൂത് കേട്ടു, ഒരു വാഗ്ദത്തം കേട്ടു. Hallelujah. ആമേൻ. ഒരു വിശ്വാസത്തിൽ ഒരു തീ അങ്ങോട്ട് കത്തി. ആമേൻ. പക്ഷേ ആ തീയുടെ അളവ് കാലക്രമേണ അതങ്ങ് കുറയും, അതങ്ങ് ക്ഷീണിക്കും. Praise the Lord. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അബ്രഹാമിന് ദൂത് കേട്ടത് 75-ാമത്തെ വയസ്സിലാണ്. Praise the Lord. Hallelujah. കുഞ്ഞ് ജനിക്കുന്നത് 24 വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ അബ്രഹാമിനെ കുറിച്ച് അവൻ റോമാലേഖനം 4:19 വായിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കേട്ടോ? Praise the Lord. Hallelujah. അവൻ ദൂത് കേട്ടത് 75-ാമത്തെ വർഷത്തിലാണെങ്കിലും Hallelujah സാറയ്ക്ക് ഗർഭം ധരിക്കുന്നത് അവൻ 100-ാമത്തെ വയസ്സിലാണ്. ഏകദേശം 25 വർഷത്തോളം കാത്തിരുന്നു. Praise the Lord. Hallelujah. പക്ഷെ അവിടെ പറയുന്നത് അവൻ സാറയുടെ ഗർഭപാത്രത്തിന്റെ അവൻ നിർജീവത്വവും തന്റെ ശരീരത്തിന്റെ നിർജീവത്വവും കണ്ടിട്ട് അബ്രഹാം വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല. Amen. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ സ്ഥിരതയോടെ ഓടുവാൻ താല്പര്യമുള്ള ദൈവത്തിന്റെ പൈതലെ ഇന്ന് പകലിൽ നീ പറയണം, ഞാൻ എന്റെ വിശ്വാസത്തിൽ ഞാൻ ക്ഷീണിക്കത്തില്ല. അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒറ്റ പദത്തിലാണ് നിർജീവത്വം. ചേർന്ന് പറഞ്ഞ നിർജീവത്വം. തന്റെ ശരീരത്തിന്റെ നിർജീവത്വം എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം നെക്രോ എന്ന് പറഞ്ഞാൽ to be deprived of power, അല്ലെങ്കിൽ ശക്തി ഇല്ല, അല്ലെങ്കിൽ പവർ ഇല്ല. Praise the Lord. അല്ലെങ്കിൽ ചത്തുകിടക്കുന്ന അവസ്ഥ, ജീവൻ ചത്തുകിടക്കുന്ന അവസ്ഥ. അവൻ തന്റെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജീവൻ ചത്തുകിടക്കുകയാണ്. തന്റെ സാറയുടെ അവൻ ഉദരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഗർഭപാത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അവൻ മെഡിക്കൽ സയൻസിന്റെ സ്കാനിംഗ് റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിന് നിർജീവാവസ്ഥയാ. Hallelujah. പക്ഷേ അത് കണ്ടിട്ടൊന്നും അബ്രഹാം ആമേൻ, Hallelujah, വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല. Praise
Praise the Lord. Hallelujah. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് അവൻ പവർ അവൻ ഇല്ലാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു UPS കണക്ഷൻ വേണം. ടെക്നിക്കൽ ഫീൽഡിലുള്ളവർക്ക് കാര്യം പിടികിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ എല്ലാവരും എല്ലാ കമ്പ്യൂട്ടറുകളും ഉള്ളിടത്ത് UPS ഫിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ കറണ്ട് പോകുന്ന പരിപാടിയില്ല. നാട്ടിൽ എപ്പോഴാണ് കറണ്ട് പോകുന്നത് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ കേടാകാതിരിക്കുവാൻ നിങ്ങൾ UPS-ഉമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ലൈനിൽ നിന്ന് വരുന്ന മെയിൻ പവർ പോയി കഴിഞ്ഞാൽ ഉടനെ UPS ടേക്ക് ഓവർ ചെയ്യും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഉയരത്തിലെ UPS-ഉമായി കണക്റ്റഡ് ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ വിശ്വാസം ക്ഷീണിക്കുവാൻ ഇടവരാതെ നീ അവൻ മുന്നോട്ട് സ്ഥിരതയോടെ വിശ്വാസത്തിൽ മുന്നേറുവാനിടയായിത്തീരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഗർഭപാത്രത്തെ നോക്കിയപ്പോൾ ചത്തു കിടക്കുകയാണ്. പവറില്ല. തന്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെയൊന്നും പവറില്ല. പക്ഷെ അവനൊരു കാര്യം അറിയാം. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്നുള്ള ശക്തി അവന്റെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ അവൻ ഹല്ലേലൂയ മച്ചിയാണെങ്കിലും ശരി ഹല്ലേലൂയ അവളുടെ നിർജീവമായ ഉദരത്തിലേക്ക് അവൻ ജീവനെ പകരുവാൻ അവൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് താൻ സേവിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ അവൻ സ്ഥിരതയോടെ മുന്നേറി അവൻ വിശ്വാസത്തിൽ ക്ഷീണമില്ലാത്തവനാണ്. Praise the Lord. പകൽക്കാലം ഹല്ലേലൂയ അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം. Praise the Lord. Hallelujah. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നടക്കുന്നവർക്ക് വേണ്ടി അവൻ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ അളവറ്റ ശക്തിയുണ്ട്. ദൈവത്തിന്റെ പൈതലെ അതൊന്ന് തിരിച്ചറിയുവാൻ അതൊന്ന് മനസ്സിലാക്കുവാൻ പൗലോസ് എഫേസ്യരോട് പ്രാർത്ഥിക്കുക. പിതാവേ, ഇവരുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ നീ ഒന്ന് പ്രകാശിപ്പിക്കണമേ. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ആ ശക്തി നിന്റെ അകത്തുണ്ട്. Praise the Lord. Hallelujah. ആ ശക്തിയെ നിനക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദേവദാസൻ പ്രകാരം പറഞ്ഞു, അഭിഷേകം നിലനിൽക്കും പക്ഷെ ശക്തി നിലനിൽക്കത്തില്ല. Praise the Lord. ശക്തി ചോർന്നു പോകും. അഭിഷേകം നിലനിൽക്കും പക്ഷെ ശക്തി ചിലപ്പോൾ ചോർന്നു പോകാൻ ഇടയായി. ബാറ്ററി ഡ്രെയിൻ ആവത്തില്ലേ? UPS-ന്റെ ബാറ്ററി ഡ്രെയിൻ ആവത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഡ്രെയിൻ ആയി തീരുവാൻ ഇടയായിത്തീരും. പക്ഷേ അവൻ അതിലേക്ക് എപ്പോഴും ചാർജ് കൊടുത്തുകൊണ്ട് കണക്റ്റഡ് ആയിട്ട് നീ ഇരിക്കുമെങ്കിൽ ഹല്ലേലൂയ നിന്റെ ശക്തി ഡ്രെയിൻ ചെയ്യുകയല്ല, നിന്റെ ശക്തി അത് വർദ്ധിക്കുക, അത് മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ പറയുന്നത് പ്രവർത്തികളുടെ പുസ്തകത്തിൽ ശൗലവും അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസിന് ഒരു കാര്യം പിടികിട്ടി. അവൻ വിശ്വസിച്ചാൽ മതി, നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ടോ അതവൻ ഏറ്റെടുത്തപ്പോൾ അവൻ മേൽക്കുമേൽ അവൻ ശക്തി പ്രാപിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ സ്ഥിരതയോടെ ഓടുന്ന ദൈവത്തിന്റെ പൈതലെ നിന്റെ മേൽ ഇന്ന് പകൽക്കാലം ക്ഷീണിക്കുന്ന വിശ്വാസമല്ല, വളരുന്ന ഒരു വിശ്വാസമല്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തത് faithlessness. ആദ്യത്തെ weak faith. സെക്കൻഡ് തിങ് വിശ്വാസത്തിന്റെ അസ്ഥിരതയുള്ള വിശ്വാസം. അതിന്റെ വേറൊരു കണ്ടീഷനാണ് faithlessness. നിങ്ങളൊന്ന് വായിച്ചേ മത്തായിയുടെ സുവിശേഷം 17:14 മുതൽ 21 വരെ. അവൻ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്നാലും മുമ്പാകും മുട്ടുകുത്തി, കർത്താവേ, എന്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണും വല്ലാത്ത കഷ്ടങ്ങളായിരുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യമാണ്. ഇന്ന് ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വിശ്വാസം ഒന്നുകൂടെ പറയാം. ഈ അരവിശ്വാസം, കാൽ വിശ്വാസം, മുക്കാൽ വിശ്വാസം, അല്പവിശ്വാസം എന്നൊന്നില്ല. വിശ്വാസം അത് പൂർണ്ണത തന്നെയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് വിശ്വാസം ഇല്ലായ്മ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അവൻ ചന്ദ്രരോഗം പിടിപെട്ട ഒരു മകനുമായി വന്ന പിതാവ് അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, അല്ലെങ്കിൽ എന്റെ മകന് ചന്ദ്രരോഗം പിടിപെട്ടിരിക്കുന്നതുകൊണ്ട് ആ രോഗം അവനെ വളരെയധികം പീഡിപ്പിക്കുന്നു, അവൻ നിന്നാൽ കഴിയുമെങ്കിൽ അവനെ സൗഖ്യമാക്കുക. കാര്യം ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് ഇവരെ കൊണ്ടുപോയിട്ട് ഇവരെ കൊണ്ട് അതിന് ഒത്തില്ല, നിനക്കത് ഒക്കുമെന്ന് എനിക്ക് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ യേശു പറയുകയാണ്, നിങ്ങളുടെ അല്പവിശ്വാസം കാര്യമായത് സംഭവിച്ചത് എന്താണെന്നറിയാമോ? നിങ്ങൾ മത്തായി 10:1 വായിച്ചേ. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അല്പവിശ്വാസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ ഫെയ്ത്ത്ലെസ്നെസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പറഞ്ഞത് ആരാണെന്നുള്ള വിഷയം. ഒന്നുകൂടെ പറയാം. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ആട്ടിടയനായ ഒരു പയ്യൻ അവൻ ആടുകളെ കൊണ്ട് മേയിക്കാനായിട്ട് കാട്ടിൽ പോകും. അപ്പോൾ ഇവനൊരു ചെറിയൊരു കുരുത്തക്കേട് ഒപ്പിക്കുന്നവനാ. അവൻ ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്ത് വയലിൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റിക്കുവാനായിട്ട് ഇവൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും, ഒരു കുറുക്കൻ വരുന്ന ഓടി വന്ന് എന്നെ രക്ഷിക്കണമേ. ഈ ആൾക്കാർ പണിയെല്ലാം വിട്ടേച്ച് ഓടി ഇവന്റെ അടുത്ത് വരുമ്പോൾ ഇവൻ കിടന്ന് നോക്കിച്ചിരിക്കും, നിന്നെ പറ്റിച്ചേ പൊട്ടന്മാരെന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ഒരിക്കൽ യഥാർത്ഥത്തിൽ കുറുക്കൻ വന്ന് ഇവനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇവൻ കിടന്ന് കരയാൻ നിലവിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് മനസ്സിലായി, ഇവൻ പറ്റിക്കുന്നതാ, വെറുതെ പോകേണ്ട കാര്യമൊന്നുമില്ല. അവനെ കുറുക്കൻ കൊന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പറഞ്ഞത് ആരാണെന്നുള്ളതാ വിഷയം. നിങ്ങൾക്ക് ഗൗരവം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടിയോ? അവൻ യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് പറയാ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. പക്ഷെ അധികാരം ലഭിച്ചവർ ഭൂതത്തെ, ചന്ദ്രരോഗം പിടിച്ചവന്റെ മുമ്പിൽ പതറിപ്പോയി. അവർക്ക് പിടികിട്ടിയത് ആരാണെന്ന്. പറഞ്ഞത് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാമിന്റെ നിർജീവാവസ്ഥയിൽ അബ്രഹാം എന്താ ചെയ്തത്? അബ്രഹാം ആശയ്ക്ക് വിരോധമായ ആശയോടെ സംശയിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു എന്നാ പറയുന്നത്. വായിച്ച് റോമാലേഖനം എടുത്ത 4:19-20 ഒന്നുണ്ട്. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാരയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി. 20ാമത്തെ വാക്യത്തിലൊന്ന് പോയിക്ക്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തവൻ അത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് ഉറച്ചു. സംശയം നിന്റെ അകത്ത് വന്നോ, നിനക്ക് വിശ്വാസ സ്ഥിരതയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സംശയത്തിന്റെ ചെറിയൊരു അംശം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് വന്നോ, നിനക്ക് വിശ്വാസത്തിൽ സ്ഥിരതയോടെ ഓടുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ നിർജീവ അവസ്ഥയാണെങ്കിലും കുഴപ്പമില്ല. ഇന്ന് പകൽക്കാലം അബ്രഹാം വിളിച്ചു പറയും, അതൊന്നും ഒരു വിഷയമല്ല. വിഷയം എന്നുള്ളത് ആരാണ് എന്നോട് പറഞ്ഞതെന്നുള്ളതാ. ഇന്ന് പകൽക്കാലം അവൻ വാഗ്ദത്തം ചെയ്തവൻ, അവൻ വിശ്വസ്തനെങ്കിൽ ഇന്ന് പകൽക്കാലം അത് സംശയിക്കാതെ വിശ്വസിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്നത് അല്പവിശ്വാസമല്ല, വിശ്വാസത്തിന്റെ തികവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ ഓടുവാൻ താല്പര്യമുള്ള ദൈവത്തിന്റെ മൈതലേ, നിന്റെ ജീവിതത്തിൽ സംശയം പാടില്ല. ഓ ഹല്ലേലൂയ. ഇത് നടക്കുമെന്ന് പറഞ്ഞത് അവൻ അഖിലാണ്ടത്തെ ഉളവാക്കിയവനാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യുമെന്ന് പകൽക്കാലം നീ വാനല്ല തലയായി തീരുമെന്നും അവൻ നിന്റെ കുടുംബ ജീവിതം അവൻ അനുഗ്രഹിക്കപ്പെട്ടതുമെന്ന് അവൻ പറഞ്ഞെങ്കിൽ അവൻ അത് നിവർത്തിപ്പാൻ ശക്തനാണ്. ഏതൊക്കെ വലിയ പ്രതിസന്ധി നിന്റെ മുമ്പിൽ വന്നാലും ഈ സംശയിക്കാതെ നിന്നട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ്, ഹല്ലേലൂയ, അവൻ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കടന്നു വന്ന് പത്രോസിനോട് പറയുക, അവൻ ഈ നിൽക്കുന്ന പുരുഷാരത്തോട് അല്പനേരം വചനം പറയുവാനായിട്ട് നിനക്ക് എന്റെ പടകൊന്ന് വിട്ടു തരണം. അവൻ പത്രോസ് പറഞ്ഞു, ഓക്കെ, നോ പ്രോബ്ലം. ഇന്ന് കാര്യം കർത്താവ് നിന്ന് ശുശ്രൂഷക്കായി ഏറ്റെടുത്തു. ശുശ്രൂഷ കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, അവൻ പത്രോസെ, നീ പടകൽ അല്പം കൂടെ നീക്കി ഇറക്കിയിട്ട് വല ആഴത്തിലേക്ക് ഇറങ്ങി, നമുക്ക് മീൻ പിടിക്കാം. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞു, കർത്താവേ,
രാത്രി മൊത്തം അധ്വാനിച്ചതാണ്, ഒന്നും കിട്ടിയില്ല. പക്ഷെ നിന്റെ വാക്കിൽ, നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം എന്നറിയാമോ? ഈ സംഭവം നടക്കുന്നത് ലൂക്കോസ് 5:4. ഒന്ന് വായിച്ചേ. അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാദാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ഒറ്റ കാര്യമേ പത്രോസ് പറഞ്ഞു, കർത്താവേ നിന്റെ വാക്കിനാണെങ്കിൽ ഞാൻ ഇറക്കാം. അതിന് പത്രോസിന് പറയുവാനൊരു കാര്യമുണ്ട്. പത്രോസിന് യേശുവിന് മുമ്പത്തെ ഒരു പരിചയമുണ്ട്. അതിന് മുമ്പത്തെ അധ്യായം എന്ന് വായിച്ച് 4-ാം അധ്യായം അതിന് 38-39 വാക്യങ്ങൾ. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശീമോന്റെ വീട്ടിൽ ചെന്നു. ശീമോന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് അടഞ്ഞിരിക്കുകയാണ്. അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ പത്രോസിന്റെ വീട്ടിൽ നടന്ന സംഭവം യേശുവിനെ വീണ്ടും കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം, കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് വേണ്ടി ചെയ്ത അത്ഭുതം ചെയ്ത ദൈവം ഇന്നും പകലും നിനക്ക് വേണ്ടി എന്ത് ചെയ്യാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിന് ഒരു കാര്യം പിടികിട്ടി. ഇവൻ പറഞ്ഞ ഞാൻ വലയിറക്കണം. കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്നലെ ഭവനത്തിൽ, എന്റെ ഭവനത്തിൽ ഒരു അത്ഭുതം ചെയ്തവനാ ഇവൻ. എന്റെ അമ്മായിയമ്മ ജ്വരം പിടിച്ച് മരിക്കാനായപ്പോൾ ഇവന്റെ ഒറ്റ വാക്കിൽ ആ ജ്വരം വിട്ടു മാറി. ഇവൻ എന്റെ അമ്മായിയമ്മയെ സൗഖ്യമായതും പലവിധ ദീനക്കാരെ സൗഖ്യമാക്കിയതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നാൽ ഇവൻ പറഞ്ഞാൽ അവൻ ഈ കടലിലുള്ള സകല മീനുകളും എന്റെ വലയിലേക്ക് ഇറങ്ങുമെന്ന് പത്രോസിനകത്ത് ഒരു വെളിപ്പാടുള്ളതുകൊണ്ട് പത്രോസ് പറയുക, എങ്കിലും കർത്താവേ നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് പ്രൈസ് ദി ലോർഡ്. അവൻ ദയാലുവെന്ന് രുചിച്ചറിയാത്തവരില്ല. ഓ കർത്താവ് എത്ര അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്, എത്ര അത്ഭുതകരമായ നമ്മളെ വഴി നടത്തിയത്. അവൻ നശിച്ചു പോകാമായിരുന്ന, അവൻ ഇല്ലാതായി പോകാമായിരുന്ന പല അവസരങ്ങളിൽ നിന്ന് കർത്താവ് നിന്റെ കരം പിടിച്ചുയർത്തി ഈ ദേശത്ത് ഇപ്പോഴും നിലനിർത്തിയില്ലേ? അതൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അവൻ നീ പറ, കർത്താവേ എങ്കിലും നിന്റെ വാക്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ വലയെ ഇറക്കുകയാണ്. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഏറ്റെടുത്തോ. അവൻ വിശ്വാസത്തിന്റെ സ്ഥിരതയോടെ മുന്നേറുവാൻ താല്പര്യമുള്ള ദൈവത്തിന്റെ പൈതലെ, നീ യേശുവിന് വേണ്ടി നിന്റെ പടകിനെ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ പടകിനെ ശൂന്യമാക്കി യേശു പറഞ്ഞയക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ നീ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തിന്റെ പൈതലെ, നിന്റെ വല കീറുന്ന നിലവാരത്തിൽ അവൻ അതിനകത്ത് നന്മകളെ കൊണ്ട് നിറയ്ക്കുവാൻ അവൻ വിശ്വസനായ ദൈവമക്കളെ കരങ്ങളെ തട്ടി ഇന്ന് പകൽക്കാലം കർത്താവിന് സ്വത്രം പറഞ്ഞിട്ട് ഇതുവരെ പത്രോസ് ഇത്തരം ഒരു ചാകര കണ്ടിട്ടില്ല. ഇതുവരെ പത്രോസ് വല കീറുന്ന ഒരു അനുഭവം കണ്ടിട്ടില്ല. ഇന്നവൻ പറയുക, എങ്കിലും കർത്താവേ നിന്റെ വാക്കിൽ ഓ ഞാൻ വലയിറക്കും. ഓ ജീസസ്. പകൽക്കാലം ദൈവാത്മാവ് ചിലരെ തൊടുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റെടുക്കാമോ? വിശ്വാസത്തോടെ ഏറ്റെടുക്കാമോ? നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുവാൻ ഇല്ലാത്ത മീൻകൂട്ടത്തെ അവൻ ഹല്ലേലൂയ ആ കരയിലേക്ക് അടുപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇല്ലാത്തവരെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഓ നിന്റെ പടകിൽ ഓ ചില നന്മകളെ കൊണ്ട് ഓ നിറയ്ക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ഞാൻ വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുന്നേറും. വിശ്വാസത്തിൽ ഞാൻ സ്ഥിരതയോടെ മുന്നേറും. പകൽക്കാലം വിശ്വാസത്തിന്റെ അസ്ഥിരതകൾ കേട്ടുപൊട്ടട്ടെ. ഹല്ലേലൂയ. നീ ഏറ്റെടുത്തു. പറഞ്ഞത് മറ്റാരുമല്ല. ഹല്ലേലൂയ. ആമേൻ. എന്റെ മാനേജർ എന്നോട് പറഞ്ഞു,
മാർച്ച് ആകുമ്പോഴത്തേക്ക് നിനക്കൊരു ഇൻക്രിമെന്റ് തരാമെന്ന്. പ്രൈസ് ദി ലോർഡ്. മാർച്ചായി, ഏപ്രിലായി, മെയ് ആയി. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ, അങ്ങനെ കിട്ടിയതല്ല. പ്രൈസ് ദി ലോർഡ്. ഏപ്രിലായിട്ടും സംഭവമൊന്നും നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. മാനേജർ വാക്ക് മാറ്റും, അവൻ മനുഷ്യനാ. അവൻ തന്റെ സ്വഭാവത്തെ ത്യജിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയത്തില്ല. ദൈവത്തിന്റെ പൈതലെ, അവൻ നിന്റെ പുറകം യേശുവിന് വേണ്ടി നീ ഒന്ന് തുറന്നിട്ട് കൊടുക്കുവാൻ നീ തയ്യാറെങ്കിൽ ഹല്ലേലൂയ. അവൻ പറയുക, can you cast out the nets onto the waters? I am going to fill your boat. Hallelujah. Praise the Lord. Hallelujah. പകൽക്കാലം ചിലതിന്റെ വലയെ കർത്താവ് നിറയ്ക്കാൻ പോകും. Praise the Lord. ചിലതിന്റെ വലകളെ കർത്താവ് നിറയ്ക്കാൻ പോകുകയാണ്. ഇന്ന് പകലിൽ കർത്താവ് ചില അത്ഭുതങ്ങളെ ചിലർക്ക് വേണ്ടി ചെയ്യാൻ പോകും. Praise the Lord. ഒരു പോർഷന്റെ ഒരു ഭാഗം കൂടെ ഞാൻ തൊട്ടേച്ച് ഞാൻ നിർത്താം. കാര്യം അടുത്ത ആഴ്ച അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ഞാൻ എടുക്കാം. Praise the Lord. Hallelujah. ഒന്ന്, വിശ്വാസത്തിൽ സ്ഥിരത വേണം. Praise the Lord. ചേർന്ന് പറഞ്ഞാട്ടെ, വിശ്വാസത്തിൽ സ്ഥിരത കാണിക്കണം. ഹല്ലേലൂയ. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ നിന്നെ നോക്കി വിളിച്ചാലും ശരി, ദൈവത്തിന്റെ പൈതലെ, നീ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ക്ഷീണിക്കാതെ ഉയരത്തിൽ നിന്നുള്ള ശക്തിയിൽ നീ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. നീ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. വിശ്വാസത്തിൽ നീ ശക്തിപ്പെടണം. രണ്ടാമത്തത്, നീ വിശ്വാസത്തിൽ ഹല്ലേലൂയ സംശയിക്കരുത്. കാര്യം പറഞ്ഞത് ഒരു മനുഷ്യനല്ല, പറഞ്ഞത് ഉലകത്തെ ഉളവാക്കിയവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് എഫേസ്യർ 6:18. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി യാചിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചു കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി ഉറക്കെ പറഞ്ഞേ, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. മറ്റിടത്തൊന്നും പൂർണ്ണത ഉപയോഗിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഒരു പടിയും കൂടെ കടന്ന് അപ്പോസ്തലൻ പറയാം, പൂർണ്ണ സ്ഥിരത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ആദ്യകാലങ്ങളിൽ ഉണ്ടായ പ്രാർത്ഥനയാണ് നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുവെന്ന് എനിക്കറിയത്തില്ല. ചിലരോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നുണ്ട്. ചിലരുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതങ്ങൾ ഹല്ലേലൂയ അവൻ ക്ഷീണിച്ചിരിക്കുന്ന ചിലർ ഇതിന്റെ അകത്തുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവാത്മാവ് ചിലതിനോട് ചോദിക്കുകയാ, ഹല്ലേലൂയ നീ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ഗെത്സമനയിലേക്ക് കടന്നു പോവുക, തന്നെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഗെത്സമനയിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു പോവുക. യേശു കർത്താവ് പറയാ ശിഷ്യന്മാരോട്, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കട്ടെ. പ്രശ്നം. അപ്പൊ നിങ്ങൾ അവിടുന്ന് ചീട്ടടിച്ചോളാന്ന് പറഞ്ഞേ. ആണോ? നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനാണോ? അല്ലയോ? ഞാൻ വിശ്വസിക്കുന്ന അവരോടും അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്നോട് കൊതിയെന്നോടെ പറഞ്ഞുകൊണ്ടിരിക്കാനാണോ പറഞ്ഞത്? അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ, ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, ഞാൻ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് ഗെത്സമനയിൽ നിന്ന് പ്രാർത്ഥിക്കുക. തിരിഞ്ഞു വരുമ്പോൾ ശിഷ്യന്മാര് കിടന്ന് ഉറങ്ങുക. അവസാനം യേശു പറഞ്ഞു, തട്ടി വന്നു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുണ്ട്, പക്ഷേ ജഡം ബലഹീനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗെത്സമന കഴിഞ്ഞ് യേശുവിന്റെ അടുത്ത മെയിൻ സ്ഥലം ഗോൽഗോത്തയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മ യേശുവിനോട് ചോദിച്ചു, യേശു എപ്പോഴാണ് ഈ പ്രാർത്ഥന തുടങ്ങിയത്? ഹല്ലേലൂയ. യേശു കർത്താവ് പറയും, ഹല്ലേലൂയ യോർദാനിൽ സ്നാനപ്പെട്ട അവൻ സ്നാനക്കുളത്തിൽ നിന്ന് ഇറങ്ങി അവൻ മരുഭൂമിയിൽ തുടങ്ങിയ പ്രാർത്ഥനയാ. ഹല്ലേലൂയ. അത് തീരുന്നത് ഗെത്സമനയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. അവൻ സ്നാനക്കുളത്തിൽ നിന്ന് അവൻ കാലെടുത്ത് പുറത്തെടുത്ത് അവൻ ഹല്ലേലൂയ നീ നിന്റെ ജീവിതത്തിലേക്ക് തുടങ്ങി അവൻ കടന്നപ്പോൾ തുടങ്ങിയ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഗെത്സമനയിൽ ഒരു ശത്രുവിന്റെ മുമ്പിൽ നീ പതറത്തില്ല.
ഒന്നും പിടികിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. സ്നാനപ്പെട്ടു സ്നാനക്കുളത്തിൽ പുറത്തിറങ്ങി മരുഭൂമിയിൽ 40 ദിവസം ആമേൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവിടെ കൊണ്ട് നിർത്തിയില്ല. തന്റെ പ്രാർത്ഥന മറുരൂപ മലയിലേക്ക് യേശു കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് അത്ഭുതങ്ങൾ നടന്നപ്പോൾ യേശു അവിടെ നിർത്തിയില്ല. പിന്നെയും അടുത്ത പ്രാർത്ഥന ഗെത്സമനെ എത്തുന്നത് വരെ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന ഗെത്സമനെ വരെ നിനക്ക് കൊണ്ടെത്തിക്കാമെങ്കിൽ അവൻ നിന്നെ പിടിക്കാൻ വരുന്ന ശത്രുവിന്റെ മുമ്പിൽ നീ നിൽക്കും. നിങ്ങളത് വായിച്ചേ, നിങ്ങൾ അതിന്റെ ആ അർത്ഥം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ലൂക്കോസ് 22:44 വായിച്ചേ. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ഞാൻ ചെറിയ അഴുത ആഴത്തേക്ക് എനിക്ക് ഇറക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഗെത്സമന എന്ന പദത്തിന്റെ അർത്ഥം ഒലിവ് പ്രസ് എന്ന. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും കാര്യങ്ങളും സ്വന്തം പറഞ്ഞേ. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഗെത്സമന എന്ന പദത്തിന്റെ അർത്ഥം ഒലിവ് പ്രസ് എന്ന് പറഞ്ഞാൽ ഒലിവ് കാ ഞെക്കി പിടിഞ്ഞ് അവൻ എണ്ണ എടുക്കുന്ന സ്ഥലമാണ്. ഒലിവ് മലയിൽ ഒരു സ്ഥലമാണ് ആ ഗെത്സമന. അവിടെ ഇരുന്നുകൊണ്ടാണ് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ 22:44 താൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ 2 പദങ്ങളാണ്. അവൻ പ്രാണവേദന, ശ്രദ്ധ. ആഗണി എന്ന ഗ്രീക്ക് പദത്തിൽ അഗോണിയ, സ്ട്രഗിൾ ഫോർ വിക്ടറി, വിജയത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം. രണ്ടാമത് ഏർണസ്റ്റ്ലി അല്ലെങ്കിൽ ശ്രദ്ധ. അതിന്റെ അർത്ഥം മോർ ഇന്റൻസ്ലി. പ്രൈസ് ദി ലോർഡ്. ഇത് കഴിഞ്ഞ യേശു കർത്താവ് പുറത്തോട്ട് നടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമൻ പടയാളികൾ യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കാതെ കൂർക്കം വലിച്ച് ഉറങ്ങിയവന്മാര് ഓടിപ്പോയ വഴിക്ക് പിന്നെ പുല്ല് മുളച്ചില്ല. പക്ഷെ യേശു അവിടെ നിന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു റോമൻ പടയാളികളെ മുഖാമുഖം നോക്കിക്കൊണ്ട് ആമേൻ ഞാൻ തന്നെയാകുന്നു നിങ്ങൾ അന്വേഷിച്ചവനെന്ന ചങ്കൂറ്റത്തോടെ യേശുവിന് പറഞ്ഞാൽ കഴിഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? പ്രാണവേദനയിൽ അവൻ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച അവൻ അഭിഷേകത്തോടെ അവൻ തന്റെ ശത്രുവിന്റെ മുമ്പാകെ വന്നു നിന്നത്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകലത്തിന്റെ പ്രാർത്ഥനയുടെ സ്ഥിരത എവിടെ? ആമേൻ. ഹല്ലേലൂയ. ഗെത്സമനയുടെ പ്രാർത്ഥന നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഒരു ശത്രുവിന്റെ മുമ്പിൽ നീ പതറത്തില്ല. Glory, hallelujah, glory, hallelujah. Praise the Lord. ഇന്ന് പകലിൽ അവൻ വിശ്വാസ ജീവിതം സ്നാനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തൊരു വലിയ പ്രാർത്ഥനയായിരുന്നു. അവൻ ഫ്രീ സമയം കിട്ടിക്കഴിഞ്ഞാലൊക്കെ ഭയങ്കര പ്രാർത്ഥനയാ. എവിടെ പോയി പ്രാർത്ഥന കൂട്ടമുണ്ടോ അവിടേക്ക് ഓടിയെത്തുന്ന പലതും ഇതിന്റെ അകത്തുണ്ടായിരുന്നു. ഇന്ന് പകൽ അവരുടെ പ്രാർത്ഥന കുറഞ്ഞെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. പൂർണ്ണ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ പതറത്തില്ല. നിന്നെ തകർക്കാൻ എത്ര വലിയ ശത്രു നിന്റെ മുമ്പിൽ വന്നാലും നീ പറയും യെസ് ഞാൻ തന്നെയാണ്. നീ അവൻ ഹല്ലേലൂയ. ശിഷ്യന്മാരെല്ലാം പേടിച്ചോടി, പക്ഷെ യേശു ധൈര്യത്തോടെ മുന്നിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഭാഗങ്ങൾ ഹല്ലേലൂയ അവൻ അടുത്ത ആഴ്ച എടുക്കാമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എല്ലാ കണ്ണുകളും ദിവസം